കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു പരാതി അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതായത് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായി എന്ന് തന്നെയാണ് പരാതി ആയി ഉയർന്നു വന്നത്. പ്രസവ സമയത്ത് നവജാത ശിശുവിൻ്റെ കൈയൊടിഞ്ഞു എന്നുള്ളതാണ് ആ പരാതി. പോലീസിലും മെഡിക്കൽ സൂപ്രണ്ടിനും ഒക്കെ കക്കോടി സ്വദേശികളായ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായ ഒരു ഇടപെടലുണ്ടായി നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം. കേവലം 23 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ എക്സ്റേ ഫിലിമാണ്. ഇതിൽ കൃത്യമായി കാണിക്കുന്നു വലത് കൈയുടെ മുകൾ ഭാഗത്ത് എല്ലിൽ ഒരു സ്ഥാന ചലനം. ഇത് എന്തെങ്കിലും അപകടത്തിൽ സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളല്ല, മറിച്ച് ജന്മന തന്നെ അതല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായ ഒരു അനാസ്ഥയുടെ നേർക്കാഴ്ചയാണ്. നമുക്കെന്തായാലും അതിന്റെ വിശദാംശങ്ങൾ കുട്ടിയുടെ അച്ഛൻ സുജിനിൽ നിന്നും അമലിൽ നിന്നും മനസ്സിലാക്കാം. ഇതിൽ വളരെ പ്രകടമാണ് അല്ലെ ഈ കൈയുടെ ഒരു എങ്ങനെയാണ് കുട്ടിയുടെ ഒരു അവസ്ഥ, എങ്ങനെയാണ് കുട്ടിക്ക് അത് വലിയ വേദനയായിരിക്കും നൽകുന്നത്. കൈ ഭാഗത്തുള്ള അനക്കുമ്പോഴും കുട്ടികളാണല്ലോ, അപ്പൊ കൈ ഇങ്ങനെ അനക്കുമ്പോൾ തട്ടുമ്പോൾ ഒക്കെ നല്ല വേദനയാണ്, നല്ല കരച്ചിലാണ്. ഈ മുട്ടിട്ടിട്ടാണല്ലോ കുട്ടികൾ കൈ അടിക്കുക. അപ്പൊ ആ കൈന്റെ മുകളിൽ അത് തട്ടുമ്പോൾ കിടക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടക്കുമ്പോൾ ഒക്കെ കരച്ചിലും പിന്നെ എടുക്കാൻ തന്നെ നമുക്ക് പാൽ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വൈഫ് മാത്രം എടുക്കല്, കാരണം വേറെ ആർക്കും ഇല്ലല്ലോ. ബുദ്ധിമുട്ടായിട്ട് കരച്ചിലതിനെ കൊണ്ട് ഭയങ്കര പേടിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ എന്താണ് സംഭവിച്ചത് ശരിക്കും, എങ്ങനെയാണ് ഇത് ഈ ഒരു പരിക്ക് കുട്ടിക്ക് വന്നത്? മോള് മെയ് 14-നായിരുന്നു മോളുടെ പ്രസവം ഉണ്ടായിരുന്നത്. പ്രസവത്തിലുണ്ടായ പിഴവ് തന്നെയായിരുന്നു, എടുക്കുമ്പോൾ ഉണ്ടായ അപകടമായിരുന്നു. കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത് തന്നെ. കുട്ടീനെ പുറത്തേക്ക് എടുത്ത് എന്റെ നെഞ്ചിലേക്ക് കിടത്തി കുട്ടീനെ എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും കുട്ടീനെ എനിക്ക് കാണിച്ചു തന്നില്ല. കുട്ടിയുടെ ആദ്യത്തെ കരച്ചിലുണ്ടായില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് നേരെ കുട്ടീനെയായിട്ട് NICUലേക്കാണ് കൊണ്ടുപോകുന്നത്. അന്ന് വൈകിട്ടാണ്. കുട്ടി പ്രസവിക്കുന്നത് ഉച്ചയ്ക്ക് 1:36-നാണ്. പക്ഷെ എക്സ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തത്, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് അന്ന് വൈകിട്ടാണ്. അത്രയും സമയത്ത് കുട്ടി ആ വേദനയോടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പെടഞ്ഞ് കരയുവാണ്. ആ സമയത്ത് അന്ന് കാസ്റ്റിംഗ് ഓർത്തോ ഡോക്ടർ വന്ന് ചെക്കപ്പ് നടത്തോ ട്രീറ്റ്മെന്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത ദിവസം 15-ാം തീയതിയാണ് ഡോക്ടർ വന്ന് കാര്യങ്ങൾ പറയുന്നതും കാസ്റ്റിംഗ് ഇടുന്നതും ഒക്കെ ചെയ്ത് ട്രീറ്റ്മെന്റും ചെക്കപ്പ് ഒക്കെ നടത്തുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ മോളെ കാണുന്നത്. ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് NICUലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ കാണുന്ന എന്റെ കുട്ടീനെ ആദ്യമായിട്ട്. അപ്പോഴാണ് ഞാൻ കാണുന്ന കുട്ടിയുടെ കയ്യിലിട്ട പ്ലാസ്റ്റർ. ബൈസ്റ്റാൻഡർ മുഖേനയാണ് ഞാൻ അറിയുന്നത് കൈന്റെ എല്ല് പൊട്ടിയിട്ട് ഇട്ടതാണെന്നുള്ളത്. പിന്നീട് അവർ അതിന്റേതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുത്തിരുന്നെന്നുള്ള ഞാൻ അറിയുന്നില്ല. കാരണം ഞാൻ വാർഡിലാണ്, മോളെ NICUലാണ് കിടക്കുന്നത്. ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. പിന്നീട് അതിനുശേഷം 16-ാം തീയതി കുഴപ്പമൊന്നുമില്ല. 17-ാം തീയതിയാണ് ഞാൻ വീണ്ടും മോളെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പോയ സമയത്ത് കുട്ടീനെ ഫീഡ് ചെയ്തിട്ട് ആന്റീന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് എണീക്കാൻ നിൽക്കുമ്പോഴാണ് മോളെ കയ്യിൽ നിന്ന് കാസ്റ്റിംഗ് വീഴുന്നത്. വീണ സമയത്ത് അന്നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ആരാണോ ഡ്യൂട്ടി ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ഇൻഫോം ചെയ്തു, വീണിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അയ്യോ നിങ്ങൾ ഒന്നും ചെയ്യല്ലേ, തൊടല്ലേ, ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് ഉണ്ടെന്നല്ലാതെ അവർ അതിന്റേതായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവരൊന്നും ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാന്നല്ലാണ്ട് അതിന്റെ ട്രീറ്റ്മെന്റോ ചെക്കപ്പോ കെയറിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. കുട്ടി എന്റെ മടിയിൽ കിടന്ന് കരയുക. അവർ കുറെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ചോദിച്ചു, ഡോക്ടർ വരുമോ, ചെക്കപ്പ് നടത്തുമോ, ട്രീറ്റ്മെന്റ് ഉണ്ടാവുമോ? അവർ പറഞ്ഞു ഞങ്ങൾ കാസ്റ്റിംഗ് ഇട്ട് തരാം, അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞെന്നല്ലാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, റൗണ്ട്സിന് ഡോക്ടർ വരുന്നെന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിച്ചു. അവരപ്പുറത്തെ ബിൽഡിങ്ങിലുണ്ട്, അവരിങ്ങോട്ട് വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അത് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ 9 മണി വരെ അവിടെ ഇരിക്കുകയാണ്, രാത്രി 9 മണി വരെ. വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നല്ലാണ്ട് അവർ വരുന്നില്ല, എന്താ ചെയ്യേണ്ട, കുട്ടി കിടന്ന് കരയാണ്, കൈയിട്ട് അടിക്കുമ്പോ കൈ കേറുകയാണ്, ഇല്ല ഞാൻ അറിയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് പോവാം, കാരണം കുട്ടി കിടന്ന് കരയാണ്, അവര് വരുന്നു പറയാന്നല്ലാണ്ട് അവര് വരുന്നില്ല. അവസാനം ഞങ്ങളുടെ റിസ്കിൽ റിട്ടേൺ എഴുതിയിട്ട് ഞങ്ങൾ അവിടുത്തെ പോരുക ചെയ്തത്.
ഹോസ്പിറ്റലിൽ നിന്ന്. അവിടുന്ന് നേരെ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലായ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തുമ്പം 11 മണിയോട് അടുപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തുന്നു ഹോസ്പിറ്റലിൽ. അവിടെ ഞങ്ങൾ എത്തി 10 മിനിറ്റ് കൊണ്ട് ഡോക്ടർ, അവിടുത്തെ ഹെഡ് ഡോക്ടർ, ഓർത്തോ സെക്ഷനിലുള്ള ഹെഡ് ഡോക്ടർ അവിടെ വന്ന് മോൾക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റും ചെക്കപ്പും പ്ലാസ്റ്ററിങ്ങും ഒക്കെ ഇട്ട് കൊടുത്ത് മോളെ സമാധാനിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോരുന്നത്. രാത്രി അത്രയും വൈകിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. അത്രയും പ്രയാസപ്പെട്ടിരിക്കണം. അത്രയും ആ ഒരു ദിവസം കൊണ്ട് അവർ പറയണ ഈ പൊട്ടലുണ്ടാവാൻ റീസൺ എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് കുട്ടിക്ക് ഭാരം കൂടുതലാണ്, തൂക്കമുണ്ട്, വെയിറ്റ് ഉണ്ട്, അതിനെ കൊണ്ടാണ് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കൈ പൊട്ട് വന്നത് എന്നാണ് അവർ പറയണത്. പൊട്ട് വന്നു, ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെക്കപ്പും ശുശ്രൂഷകളും കാര്യങ്ങളും ഒന്നും അവർ തരുകയും ചെയ്തിട്ടില്ല. ഒന്നും അതിൻ്റെതായ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നടത്തുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സങ്കടമായിപ്പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മളുടെ താല്പര്യത്തിൽ റിസ്കിൽ ഞങ്ങൾ മോളെയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോരുകയും ചെയ്തത്. ഇതിപ്പോൾ ഒരുപാട് ചികിത്സാ പിഴവുകളും അനാസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊരു പിഞ്ചു കുഞ്ഞാണല്ലേ. നിങ്ങൾ അതുകൊണ്ട് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ? അതന്നെ, ഞാൻ ഇത് ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾക്ക് സംഭവിച്ച് എന്റെ മോളെ അനുഭവിച്ചത് എനിക്കറിയാം. ഇനി ഇങ്ങനെ ഒരു കേസ് ഒരാൾക്കും ഇനി വരരുത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ഇപ്പൊ സ്റ്റേഷനിൽ കൊടുത്തു, DMOക്ക് കൊടുത്തു, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ MLA വിദ്യാ ബാലകൃഷ്ണൻ അവർ ഇന്നലെ വന്ന് വീട്ടിൽ വന്ന് സന്ദർശിച്ച് കുട്ടീനെ കണ്ട് തിങ്കളാഴ്ച അവർ പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് നമുക്ക് അതിന്റെ പുറമെ നിയമങ്ങൾ എന്തൊക്കെയാച്ചാൽ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പം കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുകയും കൂടെ വേണമല്ലോ അല്ലെ. കൈക്ക് വെയിൻസ് ഒക്കെ പോകുന്നതിനെ കൊണ്ട് ഈ എല്ല് കണക്ട് ആവുന്നതും അതിനുശേഷം ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് ഇനി ഭാവിയിലേക്ക് കുട്ടിക്ക് ഇഷ്യൂ വരാത്ത രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം എങ്ങനെയൊക്കെയാണ് ഫിക്സ് ആയതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതിനെ കൊണ്ട് അവർ ഇനി 22-ാം തീയതി വരെ ഇനിയും പ്ലാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു എക്സ്റേയും കൂടി എടുത്ത് നോക്കിയിട്ട് ബാക്കി പ്രോപ്പർ ആണെങ്കിൽ മാത്രം നമുക്ക് ഊരാന്നാണ് പറഞ്ഞത് സാറ്. അപ്പൊ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടിന്റെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമുക്കും ഒരു പേടി. കാരണം ഇനിയും എന്തെങ്കിലും ഇതിന്റെ പേരിൽ വയ്യാണ്ടായാൽ പെൺകുട്ടിയാണ്, അതിന്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഭാരം കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുട്ടി പ്രസവ സമയത്ത് ഇത്തരത്തിൽ അപൂർവമായി ഈ പരിക്കൊക്കെ പറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. കുട്ടിയായതുകൊണ്ട് തന്നെ ഇത് മുറിവ് അല്ലെങ്കിൽ ഈ ഒടിവ് മാറി പെട്ടെന്ന് തന്നെ ഭേദമാവുമെന്നൊക്കെ പറയുമ്പോഴും രക്ഷകർത്താക്കൾക്ക് ഇതിന്റെ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ വലിയ ഒരു ആധിക്യമാണ്. പലപ്പോഴും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന പരാതി രോഗിയിൽ നിന്നും നിരന്തരം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോവുക, ഒപ്പം കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കം കൂടിയാണ് ഈ കുടുംബം നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.